നമസ്കാരം. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് വരെ ശ്രീനാദേവി കുഞ്ഞമ്മ എന്നുള്ള ഒരു പേര് നമുക്കാർക്കും അറിയില്ലായിരുന്നു. അടൂരുകാരിയായ ശ്രീനാദേവി കുഞ്ഞമ്മ പത്തനംതിട്ടക്കാർക്ക് പോലും സുപരിചിതയായിരുന്നില്ല. പൊതുപ്രവർത്തകയാണ്, വിദ്യാസമ്പന്നയാണ്, CPIയുടെ നേതാവായിരുന്നു. അങ്ങനെ 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശ്രീനാദേവി കുഞ്ഞമ്മ CPIയുടെ സ്ഥാനാർത്ഥിയായി ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച് ജയിക്കുന്നു. പാർട്ടിയിലെ വിഭാഗീയതയും അവിടുത്തെ ചില നേതാക്കളുടെ ചില പ്രത്യേകതരം താല്പര്യങ്ങളും ശ്രീനാദേവിയെ പാർട്ടിയുടെ പുറത്തേക്ക് നയിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മേൽ ലൈംഗികാപവാദ കഥകൾ ഉയർന്നപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ നിന്നും ശ്രീനാദേവിയെ വിളിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിൽ പ്രതിഷേധിച്ച് പോസ്റ്റിട്ടാണ് ശ്രീനാദേവിയെ നമ്മൾ ആദ്യം കേൾക്കുന്നത്. ഏറെ വൈകാതെ ശ്രീനാദേവിക്ക് CPI എന്ന രാഷ്ട്രീയ പാർട്ടി ഉപേക്ഷിക്കേണ്ടി വന്നു. ശ്രീനാദേവിയെ ഏറ്റെടുത്ത കോൺഗ്രസ് പാർട്ടി CPIയുടെ കുത്തക സീറ്റിൽ പരീക്ഷിച്ച് ശ്രീനാദേവി വിജയിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ശ്രീനാദേവി കോൺഗ്രസ്സുകാരിയായ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. അതിനപ്പുറത്തേക്ക് ശ്രീനാദേവിക്ക് പ്രത്യേകിച്ച് പദവിയൊന്നുമില്ല. കോൺഗ്രസിൻ്റെ ഒരു സാധാരണ അംഗത്വം മാത്രം. മണ്ഡലം കമ്മിറ്റിയിലോ ജില്ലാ കമ്മിറ്റിയിലോ മഹിളാ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും പദവിയിലോ ശ്രീനാദേവി ഇല്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDF സ്ഥാനാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പ്രസംഗികയാണ് ശ്രീനാദേവി. ഓർക്കണം, കോൺഗ്രസ് പാർട്ടി ഒരു താരപ്രചാരകരുടെ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ഏതാണ്ട് 100ഓളം പേരുടെ ലിസ്റ്റാണ്. ആ ലിസ്റ്റിലുള്ള സകലരെയും സ്ഥാനാർത്ഥികൾ ഏറെ ഇഷ്ടപ്പെടുന്നത് ശ്രീനാദേവിയുടെ പ്രസംഗമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF സ്ഥാനാർത്ഥികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന 2 പ്രസംഗകർ, ഒന്ന് ഷാഫി പറമ്പിലും 2 ശ്രീനാദേവി കുഞ്ഞമ്മയുമാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വന്നു പോകും, നമുക്കറിയാം. മറ്റേത് നേതാവിനേക്കാൾ ജനങ്ങൾ തടിച്ചുകൂടുന്നത് ഇവരുടെ 2 പേരുടെയും പ്രസംഗം കേൾക്കാനാണ്. താരപ്രഭാഷകരുടെ ലിസ്റ്റിലില്ല, ഔദ്യോഗിക പദവിയിൽ ഒരിടത്തുമില്ല. പക്ഷെ ശ്രീനാദേവിയുടെ സ്ലോട്ടിനു വേണ്ടി നിരന്തരം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റ് നേതാക്കൾക്ക് ആർക്കുമില്ലാത്ത ഡിമാൻഡാണ് ശ്രീനാദേവിക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത്. ഇതിനോടകം ശ്രീനാദേവി ഒരു 25ഓ 30ഓ മണ്ഡലങ്ങളിൽ പ്രസംഗിക്കാൻ പോയി. ചെല്ലുന്നിടത്തെ 2ഓ 3ഓ പരിപാടികളിൽ പങ്കെടുക്കും. ആദ്യം ശ്രീനാദേവി ചെയ്തത് താൻ ഉൾപ്പെടുന്ന അടൂർ മണ്ഡലത്തിൽ എല്ലായിടത്തും തന്നെ എത്തുക എന്ന ഉത്തരവാദിത്തമാണ്. അത് പൂർത്തിയാക്കിയതിന് ശേഷമാണ് ശ്രീനാദേവി ഒരു പ്രസംഗകയായി ഓടി നടക്കാൻ തുടങ്ങിയത്. ഇന്ന് വടകരയിലാണെങ്കിൽ നാളെ തൃശ്ശൂരായിരിക്കും, മറ്റന്നാൾ തിരുവനന്തപുരത്തായിരിക്കും, അതിന് പിറ്റേ ദിവസം കാസർഗോഡായിരിക്കും. ശ്രീനാദേവി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. എങ്ങനെയെങ്കിലും ശ്രീനാദേവിയുടെ ഒരു പ്രസംഗമുണ്ടെങ്കിൽ വോട്ട് കിട്ടും എന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കരുതുന്നത് വെറുതെയല്ല. അത്രമാത്രം ഡിമാൻഡാണ് ശ്രീനാദേവിയുടെ പ്രസംഗത്തിനുള്ളത്. എല്ലായിടത്തും ഓടിച്ചെല്ലാൻ കഴിയാത്തതുകൊണ്ട് ശ്രീനാദേവി ചിലയിടങ്ങളിലേക്കൊക്കെ പ്രസംഗം റെക്കോർഡ് ചെയ്ത് അയക്കുകയാണ്. കൊട്ടാരക്കരയിലൂടെ കഴിഞ്ഞ ദിവസം ഞാൻ കടന്നുപോയപ്പോൾ മൈക്കിലൂടെ ശ്രീനാദേവിയുടെ പ്രസംഗം മുഴങ്ങിക്കേട്ടു. അന്വേഷിച്ചപ്പോൾ ശ്രീനാദേവിക്ക് എത്താൻ കഴിയാത്തതുകൊണ്ട് ഒരു പ്രസംഗം ഐഷ പോറ്റിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കി അയച്ചതാണെന്ന് വ്യക്തമായി. ആ പ്രസംഗം മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്നു. കൊട്ടാരക്കരയുടെ വികസനത്തെക്കുറിച്ച് വാചാലനാകുന്ന മന്ത്രിയോടാണ്. നിങ്ങൾ ഇട്ട കല്ലെല്ലാം ഐഷ പോറ്റിയുടെ പദ്ധതികളല്ലേ? നിങ്ങൾ പണിത കെട്ടിടമെല്ലാം ഐഷ പോറ്റിയിട്ട കല്ലിന്മേലല്ലേ? നിങ്ങളുടെ സ്വന്തമെന്ന് പറയുന്ന പദ്ധതികളെല്ലാം AI നിർമ്മിതികളിലൂടെയും 3D ഇമേജിങ്ങിലൂടെയും സൃഷ്ടിച്ച വെറും സാങ്കല്പിക ചിത്രങ്ങളല്ലേ? ഒരു ഇടതു വനിതാ സ്ഥാനാർത്ഥിയെ ചേർത്ത് പിടിക്കുകയാണെന്ന ഭാവത്തിൽ ഇതെന്ത് മനോവൈകൃതമാണ്, സഹോദരിയായി ചേർത്ത് നിർത്തണ്ടേ എന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചോദിക്കുന്നത് കേട്ടു. ഇങ്ങിവിടെ കൊട്ടാരക്കരയിൽ കോടികൾ ചിലവിട്ട് സൈബർ വാർ റൂമുകൾ പണിത് ലക്ഷക്കണക്കിന് വ്യാജ പ്രൊഫൈലുകളിലൂടെ വിലക്കെടുത്ത YouTube ചാനലുകളിലൂടെ അഡ്വക്കേറ്റ് P. ഐഷ പോറ്റി എന്ന വനിതാ നേതാവിനെ യാതൊരു പ്രതിപക്ഷ ബഹുമാനമോ മര്യാദയോ പാലിക്കാതെ അപമാനിക്കുന്നതല്ലേ മനോവൈകൃതം? മിക്ക മണ്ഡലങ്ങളിലെ സ്ഥിതി ഇങ്ങനെയാണ്. ശ്രീനാദേവിക്ക് എത്താൻ കഴിയില്ലെങ്കിൽ ശ്രീനാദേവി ആ മണ്ഡലത്തിന് വേണ്ടി ഒരു പ്രസംഗം അയച്ചു കൊടുക്കണമെന്ന് സ്ഥാനാർത്ഥികൾ ആവശ്യപ്പെടുന്നു. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു സംഭവം. ഔദ്യോഗികമായ പദവികളൊന്നുമില്ലാത്ത കേവലം ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് വേണ്ടി ഓടി നടക്കേണ്ടി വരുന്ന സാഹചര്യം ആദ്യമായി രൂപപ്പെട്ടതാണ്. ശ്രീനയുടെ അടുക്കും ചിട്ടയുമുള്ള പ്രസംഗവും കാര്യകാരണ സഹിതം സർക്കാരിനെ വിമർശിക്കുന്നതും ശാന്തമായ ശബ്ദവുമൊക്കെ ആളുകളെ ആകർഷിക്കുന്നു. ഇതിനിടയിൽ സമയം കിട്ടുമ്പോൾ ശ്രീനാദേവി സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോകളും മറ്റുമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കമ്മിക്കൂട്ടങ്ങൾ വീട്ടിലിരുത്തിയപ്പോൾ പകരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDFന് വേണ്ടി ശബ്ദിക്കാൻ ഒരു ശ്രീനാദേവിയെ അവർ തന്നെ സൃഷ്ടിച്ചു കൊടുത്തു. ശ്രീനാദേവിയുടെ തേരോട്ടം സമാനതകളില്ലാത്തതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ UDFന് ഏറ്റവും അധികം വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന ഒരു പ്രസംഗകയായി ശ്രീനാദേവി ഇതിനോടകം മാറിക്കഴിഞ്ഞു. ശ്രീനാദേവിയുടെ ചില
ചൂടൻ പ്രസംഗങ്ങൾ കേൾക്കുക. അഴിമതിയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു നേതൃത്വം നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ നേതൃത്വം നിങ്ങളോട് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്നും വിപ്ലവ ചരിത്രമെന്നൊക്കെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് എങ്കിൽ സാധാരണക്കാരായ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്, തൊഴിലാളി വർഗങ്ങൾക്ക്, ഇന്നും തൊഴിലാളികളായിട്ടുള്ള, തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ടുള്ള സാധാരണ തൊഴിലാളികൾക്ക് ഈ പ്രസ്ഥാനത്തോടുള്ള വിശ്വാസവും അകൈതവുമായ കൂറും ചൂഷണം ചെയ്തുകൊണ്ട് നിങ്ങളെ പറ്റിക്കുകയാണ് നിങ്ങളുടെ നേതൃത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ വിരൽ ചൂണ്ടുവാനുള്ള ധൈര്യം കൂടി നേടിയെടുക്കുക എന്നുള്ളതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ചരിത്രം നിങ്ങളെയൊക്കെ പഠിപ്പിക്കേണ്ടത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാർത്ഥി യുവജന സംഘടനയുടെ നേതാക്കന്മാരെ നിരത്തിൽ ചെടിച്ചട്ടിയും ഹെൽമറ്റും ഒക്കെ എടുത്ത് കയ്യിൽ കിട്ടുന്നത് എടുത്തുകൊണ്ട് തലക്കടിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള ഫാസിസ്റ്റ് സംവിധാനത്തിലൂടെയും ഫാസിസ്റ്റ് മനോഭാവത്തിലൂടെയുമാണ് ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എതിർ ശബ്ദങ്ങളായിട്ട് ഉയരുന്നവരെ അതൊരു ചാനലിലുള്ള ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിന് യാതൊരുവിധ പരാതിയുമില്ല. പക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ ഇന്റർവ്യൂ ആണ് മനോരമ ന്യൂസ് ചാനലുള്ളതെങ്കിൽ അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തുകൊണ്ട് ആ വീഡിയോ നീക്കം ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്ന തരത്തിൽ ഒരു എതിർ ശബ്ദങ്ങളെ, അഭിപ്രായങ്ങളെ, മൂല്യവത്തായ വാക്കുകളെ ഒക്കെ നിശബ്ദമാക്കുവാനുള്ള ഒരു ഫാസിസ്റ്റ് മനോഭാവത്തോടു കൂടിയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിൽ എന്ത് ലഭിച്ചു സ്ത്രീകൾക്ക്, എന്ത് ലഭിച്ചു യുവാക്കൾക്ക്, എന്ത് ലഭിച്ചു കുട്ടികൾക്ക്, എന്ത് ലഭിച്ചു ഈ നാടിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക്, എന്ത് ലഭിച്ചു ആരോഗ്യ മേഖലയ്ക്ക്, എന്ത് ലഭിച്ചു ഒരു നാടിന്റെ നിയമനിർമ്മാണ സംവിധാനത്തിന്, എന്ത് സംഭവിച്ചു ആഭ്യന്തര വകുപ്പിന്റെ കൊള്ളരുതായ്മയ്ക്ക്? ഈ ചോദ്യങ്ങൾക്കൊള്ളും തന്നെ സ്വാഭാവികമായും ഒരു മറുപടിയും പറയാനില്ലാതെ ജനാധിപത്യ വിരുദ്ധമായി കടക്ക് പുറത്ത് എന്നും വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നും പറയുന്ന മറുപടികളിലൂടെ സാധാരണക്കാരെ, ജനാധിപത്യ വിശ്വാസികളെ, നിഷ്പക്ഷരായ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നവരെ നിശബ്ദരാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വീട്ടിൽ പോയി ഇരിക്കുവാൻ തന്നെ 2026 ഏപ്രിൽ മാസം 9-ാം തീയതി ഈ കേരളത്തിന്റെ ജനത അവരോട് പറയുക തന്നെ ചെയ്യും. ഇങ്ങനെ ശ്രീനാദേവി കുഞ്ഞമ്മ പേരെടുക്കുന്നത് ചിലർക്ക് പിടിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യങ്ങളും രൂപപ്പെടുന്നുണ്ട്. സംസ്ഥാന നേതാക്കൾ അറിഞ്ഞാണോ എന്ന് വ്യക്തമല്ല. എങ്കിൽ പോലും ശ്രീനാദേവിക്ക് കയ്യടി കിട്ടുന്നതും ശ്രീനാദേവിയെ കേരളം മുഴുവൻ പ്രത്യേകം ക്ഷണിക്കുന്നതുമൊക്കെ ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അസ്വസ്ഥതയുടെ പ്രതിഫലനം ചിലയിടങ്ങളിലെങ്കിലും ഉണ്ട് താനും. ഉദാഹരണത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ മണ്ഡലത്തിലേക്ക് ശ്രീനാദേവിക്ക് ക്ഷണം കിട്ടുന്നു. ശ്രീനാദേവിയെ മാത്രം മുമ്പിൽ നിർത്തി 2 പരിപാടികളായിരുന്നു ആസൂത്രണം ചെയ്തത്. അതിന് വലിയ പബ്ലിസിറ്റിയും കൊടുത്തു. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിലാണല്ലോ എന്ന് കരുതി ശ്രീനാദേവി മറ്റ് പരിപാടികൾ ക്യാൻസൽ ചെയ്ത് പരവൂരിലെത്തി. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അറിയുന്നു 2 പരിപാടിയും റദ്ദ് ചെയ്തെന്ന്. അതിന് കാരണമായി ആദ്യം പറഞ്ഞത് മൈക്ക് സാങ്ഷൻ കിട്ടിയില്ല എന്നാണെങ്കിൽ പിന്നീട് പറഞ്ഞു വ്യാപാരികൾ എതിർപ്പുണ്ട്, അവരുടെ കച്ചവടം മുടങ്ങുന്നു, അതുകൊണ്ട് നടത്താൻ പറ്റിയില്ല എന്നാണ് രണ്ടാമത്തെ വിശദീകരണം. എന്നാൽ ചിലർ ബോധപൂർവം ഇടപെട്ടെന്നും ശ്രീനാദേവി അങ്ങനങ്ങ് പേരെടുക്കേണ്ട എന്ന് അവർ തീരുമാനിച്ചെന്നും അതിൻ്റെ ഭാഗമായാണ് ആ വേദി വെട്ടിയതെന്നും ശ്രീനയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നുണ്ട്. സമാനമായ മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇന്നലെ വടകരയിലായിരുന്നു ശ്രീനാദേവിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. ശ്രീനാദേവിയും ശശി തരൂരുമായിരുന്നു ഇന്നലെ കെ രമയ്ക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തത്. ഒരു വശത്ത് ശശി തരൂരും മറ്റൊരു വശത്ത് ശ്രീനാദേവിയും നിറഞ്ഞാണ് ഇന്നലെ വടകരയിലൂടെ റോഡ് ഷോ നടന്നത്. വലിയ സ്വീകാര്യതയും സ്വീകരണവുമായിരുന്നു. എന്നാൽ തരൂരിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഫോട്ടോ ഇട്ടപ്പോൾ ഒരു ഫോട്ടോ ഒഴികെ ബാക്കി എല്ലായിടത്തും, പ്രത്യേകിച്ച് റോഡ് ഷോയിലെ പ്രചരണ വാഹനത്തിൽ നിന്നും ശ്രീനാദേവിയുടെ പടം ആരോ വെട്ടിക്കളഞ്ഞു. കെ രമയോട് ചേർന്ന് നിൽക്കുന്ന ശശി തരൂരിൻ്റെ പടമുണ്ട്, പക്ഷേ ശ്രീനാദേവിയുടേതില്ല. അതെ, CPI എന്ന രാഷ്ട്രീയ പാർട്ടിയിലെ ചേരിപ്പോരിൽ മനം മടുത്ത് കോൺഗ്രസിലേക്ക് എത്തിയ ശ്രീനാദേവിക്ക് എത്തിയപ്പോൾ തന്നെ പണി കിട്ടിത്തുടങ്ങി എന്ന് വ്യക്തമാക്കുകയാണ് ഈ 2 അനുഭവങ്ങളും.